ഇപ്പൊ വരുന്നുണ്ട് പ്രണയ ദിനം, വാലന്റൈൻസ് ഡേ. ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേ വരികയാണ്. കഴുകി നിരട്ടിക്കോളയും പശുവൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാം. പുതിയ തീരുമാനം വരിക, 14-ാം തീയതി ആകുമ്പോ സ്നേഹത്തിന്റെ പേരിൽ പശുവിന് ചുംബനം കൊടുക്കണമെന്ന്. ഒന്ന് ആലോചിച്ചെങ്കിൽ എന്തൊരു ലോകമാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഈ ഒരു സാധനം ഇല്ലാത്ത ഉപ്പാപ്പന്മാര് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. അവർക്ക് ഇതൊന്നും അറിയാൻ വേണ്ട, ലോകത്തെ പറ്റി ഒരു ചിന്തയില്ല അവർക്ക്. അൽഹംദുലില്ലാ, പള്ളി വീട് അൽഹംദുലില്ലാ, അത് അള്ളാഹു നിലനിർത്തി തരട്ടെ. പുതിയ ജനറേഷന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 14-ാം തീയതി ഇപ്പൊ ഇറങ്ങും. 14-ാം തീയതി ആകുമ്പോ എല്ലാവരും പശുവിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെന്നാണ് പുതിയ തീരുമാനം, നിയമം വരുന്നത്. അതാണ് വാലന്റൈൻസ് ഡേ. അല്ലാഹു അക്ബർ. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശൈത്താന്റെ വഴി തേടരുത്. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു ഈത്തപ്പഴ കുരുവിന്റെ അളവ് പോലും ഹറാം കടക്കരുത്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ഇതെന്റെ റസൂൽ, എന്റെ അല്ലാഹു എന്നോട് കൽപ്പിച്ചതാണ്. അതിനപ്പുറത്ത് ശൈത്താന്റെ പാത പിന്തുടർന്നുകൊണ്ട് എനിക്ക് നിഷിദ്ധമായത് കഴിക്കാൻ പറ്റില്ല. ആ തീരുമാനമെടുക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഇഷ്ടംപോലെ നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കും, ഏത് നിലയിലും നമ്മളെ കൊണ്ട് ഹറാമുകൾ ചെയ്യിപ്പിക്കും. അവസാനം എന്താ സംഭവിക്കാന്നറിയോ? ഏറ്റവും അതിന്റെ എൻഡിലെത്തുമ്പോ, അതിന്റെ അവസാന ഭാഗത്തെത്തുമ്പോ, അവിടെ എത്തുമ്പോ ശൈത്താൻ പറയും, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പേടിയാടാ, ഞാൻ പോവാ. ഇതാണ് ശൈത്താൻ. നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം, ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ശൈത്താന്റെ പാത പിന്തുടരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ ശൈത്താന്റെ മുമ്പിലാണോ ശൈത്താന്റെ പിന്നിലാണോ? അതുകൂടെ നമ്മളത് ചിന്തിക്കണം. ശൈത്താന്റെ മുന്നിലാണോ പിന്നിലാണോ? ഈ ആഫ്റ്റർ കോവിഡാനന്തര നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമാണ്. പള്ളിയിൽ ആളുകളില്ല. ഇടയ്ക്ക് പള്ളിയിൽ നല്ല ജനക്കൂട്ടമായിരുന്നു, ഇപ്പൊ പള്ളികളിൽ ആളില്ല. എന്താ കാരണം? കോവിഡ് സമയത്ത് ജുമാ നടക്കാൻ വേണ്ടി പോലും 4 പേരും 3 പേരും പള്ളിയിലെ മുല്ലാക്കയും മുക്രിയും ഉസ്താദും കമ്മിറ്റിക്കാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് മതി ഇപ്പൊ ജുമാ നടക്കാൻ. അവർക്ക് അല്പം കൂടെ ബോധം വന്നതാണ്, അവർക്ക് അല്പം കൂടെ വിവരം വെച്ചതാണ് പ്രശ്നം. 4 പേരുണ്ടെങ്കിലും ജുമാ നടക്കുമെന്നുള്ള വിവരം വെച്ചത്. നിങ്ങൾ നോക്ക്, നമ്മൾ യഥാർത്ഥത്തിൽ ശൈത്താന്റെ മുമ്പിൽ നടക്കുന്നവരാണോ ശൈത്താന്റെ പിന്നിൽ നടക്കുന്നവരാണോ? ഖുർആൻ പറഞ്ഞു, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താന്റെ പിന്നാലെ പോകരുത്. നമ്മൾ പിന്നാലെ പോയിട്ട് മുന്നിൽ കയറി നടക്കുക. അപ്പൊ എന്താണെന്നറിയോ? ഒരു ഗ്രന്ഥത്തിൽ വളരെ സ്വീകാര്യമായ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ. ഒരു ദിവസം ഒരാൾ നടക്കാൻ വേണ്ടി ഇറങ്ങി, പ്രഭാത സവാരിക്ക് വേണ്ടി ഇറങ്ങി. രാവിലെ നടക്കാൻ പോകുമല്ലോ. അങ്ങനെ ഇറങ്ങുമ്പോൾ കൂടെ ഒരു ആകടൻ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാനും കൂടെ ഒന്ന് കൂടിക്കോട്ടോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ചു പറഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങി. കുറെ സമയം കഴിഞ്ഞ്, മണിക്കൂറുകൾ കഴിഞ്ഞ്, നേരം പാതിരാത്രിയായി. അവര് നല്ല ചങ്ങാതിമാരായി. രാത്രി കിടക്കാൻ വേണ്ടി ഒരു പായ വിരിച്ചു. ആഗതനായ അതിഥിയായ മനുഷ്യന് വേണ്ടിയിട്ട് പായ വിരിച്ചു. അപ്പൊ ഈ അതിഥി പറഞ്ഞു, ഞാൻ പോവാ, ഞാൻ നിന്നോടൊപ്പം കിടക്കൂല, എനിക്ക് പേടിയാ. അപ്പൊ ഇയാള് ചോദിച്ചു, നീ ആരാണ്? ഇത്രയും നേരം നമ്മൾ ചങ്ങാതിമാരായി ഒരുമിച്ച് നടന്നു, ഒരു പാത്രത്തിലുണ്ടു. ഇപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് നീ പറയുന്നു എന്നെ പേടിയാണെന്ന് പറഞ്ഞിട്ട് ഓടാൻ മാത്രം ഞാൻ എന്ത് ഭീകരനാണ്? നീ യഥാർത്ഥത്തിൽ ആരാണ്? അപ്പൊ ഈ രണ്ടാമത് വരട്ടെ, കൂടെ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞ ഈ ഓടി പോകാൻ പോയ ആള് പറഞ്ഞു, ഞാൻ ശൈത്താനാണ്, ഞാൻ പിശാചാണ്. എന്താ നീ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞത്? പേടി എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പൊ ആ ശൈത്താൻ ഇവനോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എടാ, ഞാൻ ഒരു സുജൂദ് ഒഴിവാക്കി, അതും പടച്ചോന്റെ മുന്നിലല്ല, പടച്ചോന്റെ മുന്നിലല്ല, ഒരു സൃഷ്ടിയായ ആദമിന്റെ മുന്നില് ഒരു സുജൂദ് ചെയ്യാൻ അല്ല പറഞ്ഞപ്പോ ഞാൻ അത് ഒഴിവാക്കിയതിന്റെ പേരിൽ ഞാൻ ശപിക്കപ്പെട്ടവനായി, ഞാൻ ആക്ഷേപിക്കപ്പെട്ടവനായി, ഞാൻ കുറ്റക്കാരനായി, ഞാൻ വിമർശിക്കപ്പെട്ടവനായി, ഞാൻ വിശ്വാസികളുടെ നാവ് കൊണ്ട് ശപിക്കപ്പെട്ടവനായി. ലോകം അവസാനം വരെയും ഞാൻ ശാപവാക്കുകളെ ഉരുകി നടക്കുകയാ, ഒരു സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിൽ, അതും അല്ലാഹ്ക്കല്ല, ഒരു അടിമയ്ക്ക്. എടാ, ഞാൻ രാവിലെ നിന്റെ കൂടെ കൂടി, നീ സുബഹി നിസ്കരിച്ചില്ല, ലോഹർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല. ഈ നമസ്കാരത്തിൽ എത്ര സുജൂദ് ഉണ്ട്? അതും ആർക്കാ? പടച്ചവന്. ഇത്രയും റബ്ബിന് ഒരു ദിവസം സുജൂദ് ഒഴിവാക്കിയ നിന്റെ കൂടെ ഞാൻ നടന്നാൽ ഇനി ഒരു ശിക്ഷ താങ്ങാനുള്ള കഴിവ് എനിക്കില്ല. ഇത് പറഞ്ഞിട്ട് ശൈത്താൻ ഓടുകയാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി,
നോക്കിയേ, ശൈത്താനാണോ ഇമാമ്, നമ്മളാണോ ഇമാമ്? അത് നമ്മളൊന്ന് സ്വയം വിലയിരുത്തിയാൽ മതി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടവാളികളെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 പേര് മാത്രമേ ഉള്ളൂ ഖുർആനിൽ. ഖുസ്റാനുൽ മുബീൻ എന്ന് പറഞ്ഞ 3 കൂട്ടം ആളുകളെ ഉള്ളൂ. അതിൽ ഒന്ന് അല്ലാഹു പറയുന്നു, അത് ശൈത്താനെ പിൻപറ്റിയവനാണ്, പിശാചിനെ വലിയാക്കിയവനാണ്, സംരക്ഷകനാക്കിയവനാണ്. നമുക്ക് ഇതിൽ നിന്ന് ഊരണ്ടേ, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് ടേണിംഗ് പോയിന്റ് എത്തുമ്പോ നീ നിന്റെ വഴിക്ക് പോ, ഞാൻ ഞാൻ ഒഴിവാണ്, ഇനി എനിക്ക് റബ്ബിനെ പേടിയാണെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകും. നമ്മൾ നേരെ പോകുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ ബീഭത്സതയിലേക്ക് എടുത്തെറിയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? എന്താ മാർഗം? ശൈത്താനെ ഓടിക്കാൻ എന്താ മാർഗം? നല്ല വിവരമുള്ളവരായാൽ ഒരളവോളം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. فإنا فقيها واحدا متبرعا أشد على الشيطان من ألف عابد فإنا فقيها واحدا متبرعا أشد على الشيطان من ألف عابد. 1000 ആബിദീങ്ങളായ മനുഷ്യന്മാർ വിചാരിച്ചാൽ പോലും ശൈത്താനിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ആബിദീങ്ങളായ 1000 ആളുകൾ ശ്രമിച്ചാൽ പോലും പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അതേസമയം ഒരു ആലിമ വിചാരിച്ചാൽ പറ്റും. ഒരു ആലിമ വിചാരിച്ചാൽ പറ്റും ശൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ആലിം രക്ഷപ്പെടും, ആബിദ് രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെളിവാരി തേക്കുന്നതിനപ്പുറത്ത് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് പറയാം. നമുക്ക് ശൈത്താന്റെ പിടി എന്തായാലും പെട്ടുപോയല്ലോ. നമ്മൾ പെട്ടില്ലാതെ നിങ്ങൾ പറയേണ്ട, പെട്ടുപോയി. അങ്ങനെ പെട്ടുപോയ നമുക്ക് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഒരു ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു, എടാ മോനെ, നീ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്ത് ചെയ്യും? ഒരു പാപം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിക്കുമ്പോ നീ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യുക? ആ ശിഷ്യൻ പറഞ്ഞു, ഗുരു ഉജാഹിദുഹു, ഞാൻ ധീരമായി നേരിട്ട് നിൽക്കും. വീണ്ടും അവൻ പ്രേരിപ്പിച്ചാലോ? ഞാൻ വീണ്ടും ധീരമായ നിലപാടെടുക്കും. ഉസ്താദ് ചോദിച്ചു, വീണ്ടും അവൻ നിന്നെ പ്രേരിപ്പിച്ചാലോ? ഞാൻ വീണ്ടും അവനെതിരെ ശക്തമായ നിലയിൽ ഞാൻ പോരാടി നിൽക്കും ഉസ്താദേ. ഗുരു പറഞ്ഞു, പറ്റൂല മോനെ, അത് നിന്നെ കൊണ്ട് പറ്റില്ല. എന്നിട്ട് ആ ഗുരു ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണെന്നറിയോ? നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നിരിക്കട്ടെ. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് പോയി, അപരിചിതനാണ് നമ്മൾ. ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ കാർ പോർച്ചിൽ പട്ടിയെ കെട്ടിയിട്ടുണ്ട്. പട്ടി കുരയ്ക്കാൻ തുടങ്ങി. അത് ചിലപ്പോ ചങ്ങല പൊട്ടിച്ച് നമ്മളെ നേരെ വരുമെന്ന ഘട്ടം വരുമ്പോ നമ്മൾ ആരെങ്കിലും ആ പട്ടിയെ മടലെടുത്തിട്ട് അടിക്കാൻ നിൽക്കുവോ? നമ്മൾ ന്യായമായിട്ട് ചെയ്യുന്ന എന്താണ്? ആ പട്ടിയുടെ യജമാനൻ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും, ആ പട്ടി ഒന്ന് പിടിച്ചു കെട്ടു, എനിക്ക് അങ്ങോട്ട് വരാനൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നല്ലേ പറയാ. ബുദ്ധിമാൻ അതല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ആരാന്റെ ഒരിടത്ത് കയറിയിട്ട് ആ പട്ടിയുമായി മൽപ്പിടുത്തം നടത്താൻ നമ്മൾ ശ്രമിക്കൂലല്ലോ. ആ ഗുരു പറഞ്ഞു കൊടുത്തു, ഇതുപോലെ ശൈത്താൻ എന്ന് പറയുന്ന ശത്രുവിനോട് പോരടിച്ച് നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല മോനെ. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണ്? ആ ശൈത്താന്റെ യജമാനനായ പടച്ചവനിലേക്ക് മടങ്ങുക. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, വലൗലാ ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ കരുണാ കടാക്ഷം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ശൈത്താനെ പിൻപറ്റുമായിരുന്നു. അപ്പൊ ശൈത്താനെ പിൻപറ്റാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ശൈത്താനോട് പോരടിച്ച് നിൽക്കലല്ല, കഴിയൂല. ആ ശൈത്താൻ ശക്തനാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട
ചെയ്യേണ്ടത് എന്താണ്? ഒരൊറ്റ വഴിയാണ്, അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങുക. പടച്ചവരിലേക്ക് നമ്മൾ അങ്ങ് മടങ്ങലല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തീരുമാനിച്ചോ, മടക്കം അല്ലാഹുവിലേക്കാ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, കോട്ടുവാവിടുന്ന സമയത്ത് പോലും നീ പറയേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവനോട്, അല്ലാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ തേടല. അതുകൊണ്ട് ഏത് കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് അങ്ങനെയാ. അതുകൊണ്ടാണ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ആ വിഷയം വരുന്നുണ്ട്. തന്റെ ഭാര്യയെ സമീപിക്കും പറയുന്നത് എന്താ? അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ശാരീരിക ബന്ധത്തിൽ ഞങ്ങൾ ഏർപ്പെടുകയാണ്. ഈ ബന്ധത്തിൽ പിശാചിനെ അകറ്റി നിർത്തണേ അല്ലാ. അതുപോലെ ഇതിലുണ്ടാകുന്ന കുഞ്ഞിൽ നിന്ന് നീ പിശാചിനെ അകറ്റി നിർത്തണേ അല്ലാ. ഇത് ദുആ ചെയ്യൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? അതിലുണ്ടാകുന്ന കുഞ്ഞ് സാലിഹാകണമെങ്കിൽ അതേ വഴിയുള്ളൂ. അതല്ലാതെ പ്രസവിച്ചതിന് ശേഷം ഏത് നൂലോര് കെട്ടിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് വാപ്പ ഉമ്മ തീരുമാനിക്കുന്ന സമയത്ത്, ആ ശാരീരിക ബന്ധപ്പെടുന്ന സമയത്ത് നീ നിന്റെ ഭാര്യയും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ. പടച്ചവരെ, ഞങ്ങളെ ഈ ബന്ധപ്പെടലിൽ നിന്ന് ശൈത്താനെ അകറ്റി നിർത്തണേ അല്ലാ. വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ഈ ശാരീരിക ബന്ധത്തിൽ നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനത്തിൽ ഞങ്ങളുടെ പൊന്നോമനകളിലെ ശൈത്താനെ കടന്നു വരല്ലേ അല്ലാ. ഇതെത്ര പിതാക്കന്മാര് മാതാക്കള് ചൊല്ലിയിട്ടുണ്ട്, എത്ര ഭാര്യ ഭർത്താക്കന്മാര് ചൊല്ലിയിട്ടുണ്ട്. ഇത് ചൊല്ലിയാലാണ് പിശാചവന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാതെ ആ സമയത്ത് പിശാചിനെ ഓട്ടിക്കാൻ നടന്ന കാര്യങ്ങൾ നടക്കൂല. അത് കാണാനും പറ്റൂല. കാരണം അവന് ശത്രുശക്തനാണ്. ശത്രുശക്തനാണ്. യുദ്ധത്തില് ശക്തിയല്ല, ബുദ്ധിക്കാണ് അവിടത്തെ വില. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി ഇടപെടണം. അല്ലാഹുവിനോട് കാവൽ തേടണം. വീട്ടിൽ ശൈത്താൻ വന്നിട്ടുണ്ടോ? കാവൽ തേടലല്ലാതെ വേറെ വഴിയില്ല. 5 സ്ഥലങ്ങളിൽ ശൈത്താൻ, വീട്ടിൽ 5 സ്ഥലങ്ങളിൽ ശൈത്താൻ ഉണ്ടെന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചോളി. വീട്ടിൽ പോയിട്ട് നോക്കിക്കോ. 5 സ്ഥലങ്ങളിൽ വീട്ടിൽ ശൈത്താൻ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, അൽ ഫിറാശുല്ലദീ ലാ യനാമു അലൈഹി അഹദുൻ. ആരും കിടക്കാതെ നിവർത്തിയിട്ടിരിക്കുന്ന ബെഡിൽ. മനസ്സിലായോ? രാവിലെ എണീറ്റാ എന്താ ചെയ്യേണ്ടത്? ബെഡ്ഷീറ്റ് മടക്കി വെക്കണം. ബെഡ്ഷീറ്റ്, കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കണം. മെത്ത പിടിച്ച് മടക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കാൻ പറ്റൂല. നമ്മൾ മെത്തയുടെ മുകളിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ടല്ലേ കിടക്കുക. രാവിലെ എണീറ്റിട്ട് ആ ബെഡ്ഷീറ്റ് നമ്മൾ മടക്കി വെക്കണം. എന്തുകൊണ്ട്? നമ്മൾ അവിടെ അത് ഉപേക്ഷിച്ചു പോയാൽ അതിൽ പിശാച് കിടന്നുറങ്ങുമെന്നാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂൽ തങ്ങൾ പറഞ്ഞത്, ഫിറാശുൽ റജുലി, ഒരു വിരിപ്പ് അവിടുത്തെ വീട്ടുടമയ്ക്ക്, ഒന്നവന്റെ ഭാര്യയ്ക്ക്, ഒന്ന് അതിഥികൾ വരുമ്പോൾ അവർക്ക്, നാലാമത്തേത് ശൈത്താനുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വീട്ടിൽ എത്ര റൂമുള്ളത്? ഓ അൽഹംദുലില്ലാ, 7-8 റൂമുണ്ട് ഉസ്താദേ. വലിയ സന്തോഷം, അല്ലാഹു തന്നതല്ലേ. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഞാനും ഭാര്യയും, വേറെ ആരുമില്ല. മക്കളൊക്കെ കെട്ടിപ്പോയി, ചിലരെ കെട്ടിച്ചു വിട്ട് അവരൊക്കെ അവരുടെ വഴിക്കായി. ഞാനും ഭാര്യയും 7-8 റൂമുണ്ട് അൽഹംദുലില്ലാ. എവിടെ ഉള്ളൂ നമുക്ക് കിടക്കാം. നീയും നിന്റെ ഭാര്യയും കിടക്കുന്ന റൂം, അല്ലെങ്കിൽ നീയും നിന്റെ കുടുംബം മക്കൾ കിടക്കുന്ന റൂം, അത് കഴിഞ്ഞിട്ട് നിനക്കൊരു അതിഥി വന്നാൽ ആ അതിഥി കിടക്കുന്ന റൂം, അത് കഴിഞ്ഞ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ പിശാച് കിടക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എത്ര റൂമുകൾ പൊക്കുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് കഴിയുന്നത് എന്താണ്? ഉള്ള വിരിപ്പുകൾ മടക്കി വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കണം. ശൈത്താൻ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാമത്തെ സ്ഥലം അതാണ്. ഇനി രണ്ടാമത്തത് എവിടാന്നറിയോ? അസിയാബുൽ മുഅല്ലഖത്തു ഫിത്രത്തി തവീലത്തിൻ ദൂന ലുബ്സിഹാ. ധരിക്കാതെ മാറ്റിയിട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ അടുക്കി മടക്കി വെക്കണം. അത് പഠിക്കണം. ചെന്നുടനെ ഊരി അങ്ങോട്ടെറിയും, ഒരെണ്ണം ഒന്ന് ഊരി ഇങ്ങോട്ടെറിയും, പിന്നെ ഒരെണ്ണം ഊരി അങ്ങോട്ടെറിയും. അതങ്ങനെ തന്നെ കിടക്കും. നാളെ നേരം വിളക്കാൻ വേറെ എടുത്തിട്ടുണ്ട് പോകുന്നത്. ഈ ഒഴിവാക്കിയ തുണിയുണ്ടല്ലോ,
ഈ ഒഴിവാക്കിയ തുണിയുണ്ടല്ലോ, ആ മടക്കി വെക്കാതെ ഉപയോഗിച്ചിട്ടെടുത്ത് കളഞ്ഞ തുണിയിൽ പിശാച് വസിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. വിരിച്ചിട്ടിരിക്കുന്ന മുഴുവൻ തുണിയിലും കയറി ശൈത്താൻ ഉറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന്, രാത്രി കിടന്നിട്ട് വിരിപ്പ് മടക്കി വെക്കാത്ത വിരിപ്പ്. രണ്ടാമത്തേത്, ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് വീടുകളിൽ ഇട്ടിരിക്കുന്ന തുണിത്തരങ്ങൾ. ഇനി മൂന്നാമത്തേത് എന്നറിയോ? ബാത്റൂമിൽ കയറിയ പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ട് ആ ബാത്റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യണം, നന്നായിട്ട് അടയ്ക്കണം. ഇന്നെന്താ വീട്ടിൽ പണ്ടൊക്കെ എന്താ പറയാ, ഈ ബാത്റൂമിൽ പോകുന്നതിന് എന്താ പറയാ? വെളിക്കിരിക്കുന്നല്ലേ? അതൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നു. അപ്പൊ ആരും പോവാതെ വന്നതാ, അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. വെളിക്കിരിക്കുക എന്നാ പറയുന്നത്. എന്നതിന്റെ അർത്ഥം എന്താ? എടാ, അത് പാരമ്പര്യമാണ്. ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആയിഷ ബീവി വെളിക്കിരിക്കാൻ പോയപ്പോഴാണ്, തിരിച്ചു വന്നപ്പോ മാലയില്ല. അത് നോക്കിപ്പോയി. അപ്പോഴാണ് യാത്രാ സംഘം കടന്നുപോയത്. ആയിഷ ബീവി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട്. അപ്പോഴാണ് മാലയുടെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെയാണ് സൂറത്ത് നൂർ ഇറങ്ങുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ബാത്റൂമിൽ വെളിക്കിരിക്കാൻ പോയിട്ട് ഇത് ഏതെങ്കിലുമൊക്കെ എംബോക്കികൾ എടുത്തു വെച്ചിട്ട് നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ കുറെ എണ്ണുണ്ടല്ലോ, ഇവനെല്ലാം ഇതെടുത്തു വെച്ചിട്ട് ഇങ്ങനെ അലക്കി നിങ്ങൾ എന്താ ചെയ്യുക? വേറെ ഒരു ജോലിക്കും പണിക്കും പോകാതെ നല്ല തണ്ടിയും തടിയൊക്കെ ഉണ്ടല്ലോ, അധ്വാനിച്ചിട്ട് 10 പേരുടെ അരങ്ങിട്ട് 5 പേരുടെ വായിൽ പോകാനും മക്കൾക്ക് സാപ്പാട് കൊടുക്കാനും കഴിവുണ്ടായിട്ടും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും കൊന്നനം കുത്തിയിട്ട് സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാര് വാണരുളുന്ന ഈ വൃത്തികെട്ട കാലത്ത് ഇതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. ചരിത്രം അങ്ങനെയാണ്. ആ കാലഘട്ടത്തില് സഹാബ പ്രിയപ്പെട്ട ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ബാത്റൂമിൽ പോയിട്ട് അഥവാ വെളിക്കിരിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആളുകളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഉമർ തങ്ങൾ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലാഹുവിനോട് പറയണം ഹിജാബിന്റെ ആയത്ത് ഇറക്കാൻ. ഉമർ തങ്ങളുടെ ആവശ്യപ്രകാരം 10ഓളം വരുന്ന ആയത്തുകൾ ഇറക്കിയതിൽ ഒരു ആയത്ത്, നബിയെ നിങ്ങളുടെ ഭാര്യമാരോടും പെൺമക്കളോടും പറയണം യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, ജിൽബാബിനെ പറ്റിയിട്ടുള്ള ആയത്തുകൾ, മൂട് പണമണിയണമെന്ന ആയത്തുകൾ, ഹിജാബ് ധരിക്കണമെന്ന ആയത്തുകൾ, ബുർഖ ധരിക്കണമെന്ന ആയത്ത് ഇറങ്ങിയത് വെളിക്കിരിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പണ്ടുള്ള ആളുകൾ അതുകൊണ്ട് വീട്ടിനകത്ത് ബറക്കത്തുണ്ടായിരുന്നു. ഇതിപ്പോ നേരെ കയറി വരുമ്പോ ഹാളിൽ 2 റൂമിനകത്ത് 1, അടുക്കള നിൽക്കുമ്പോ പെട്ടെന്നെങ്ങാനും പോകണം തോന്നിയാലോ ഹാളിരുന്നാലോ അതുകൊണ്ട് അടുക്കളക്കകത്ത് 1, ഇനി സ്റ്റോറിൽ നിൽക്കുമ്പോ അരി അളന്നോണ്ടിരിക്കുമ്പോ പോകണം തോന്നിയാലോ അതിനകത്ത് 1, വീടിന്റെ 4 ചുവരിന്റെ ഇടയില് 10ഉം 20ഉം ബാത്റൂം. അപ്പൊ നമ്മൾ കിടക്കുന്ന റൂമിനേക്കാൾ പിശാചിന്റെ വീട് കെട്ടിക്കൊടുത്തു. ഇത് പിശാചിന്റെ വീടാ. അതുകൊണ്ടാണ് ബാത്റൂമിൽ നമ്മൾ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇദി. പടച്ചവനെ, ഇത് ശൈത്താന്റെ വീട്ടിലേക്ക് ഞാൻ കയറുന്നത്. ഇബ്രാഹിം അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് ആഗ്രഹം വന്നപ്പോ വഴിയരികിൽ പൊതു ബാത്റൂം ഉണ്ട്. അതിനകത്തോട്ട് കയറാൻ വേണ്ടി മൂപ്പരങ്ങോട്ട് ചെല്ലുമ്പോ അതിന്റെ മുന്നിൽ കസേരയിട്ട ഒരാളിരിപ്പുണ്ട്. പൈസ തന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പൈസ തന്നിട്ട് കയറാൻ പറഞ്ഞു. മൂപ്പരൊരൊറ്റ കരച്ചില. അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു കേറിക്കോ, കരയൊന്നും വേണ്ട, പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാ മതി, കാര്യം നടക്കട്ടെ. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ടല്ല, ഞാൻ ചിന്തിച്ചത് ഇത് ശൈത്താന്റെ വീടാണ്. ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ വീടാകുന്ന സ്വർഗ്ഗലോകത്ത് കയറുന്നതിന് എത്ര കോടി കൊടുത്താൽ മതിയാകും. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കരഞ്ഞു പോയതാ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ദേഹം ഖുറാസാൻ റളിയല്ലാഹു അൻഹുവിന്റെ പറച്ചിൽ കേട്ട് നോക്കൂ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിന്. ശൈത്താന്റെ വീടാണ് ബാത്റൂമുകൾ. ഇന്ന് വീട്ടിനകത്ത് ബാത്റൂം കൂടിയപ്പോ എന്താ സംഭവിക്കുക? വീട്ടിന്റെ ഉള്ള ബറക്കത്തും പോയി. അൽ ഹമാം, ശൈത്താൻ വീട്ടിലുള്ള സ്ഥലങ്ങളിൽ മൂന്നാമത്തേത് അൽ ഹമാം എന്ന് പറഞ്ഞാൽ ബാത്റൂമുകളാണ്, ടോയ്ലറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് കയറുമ്പോ പറഞ്ഞുകൊണ്ടേ കയറാവൂ പടച്ചവനെ. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുന്നത്?
നമ്മൾ ആരും ബാത്റൂമിൽ കയറുന്നത് കള്ളുടിക്കാനല്ലല്ലോ, ബാത്റൂമിൽ കയറുന്നത് വ്യഭിചരിക്കാനല്ലല്ലോ, ബാത്റൂമിൽ കയറുന്നത് തെറ്റുകൾ ചെയ്യാനല്ലല്ലോ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താ പറയുന്നത്? നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുക തമ്പുരാനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിനകത്ത് നമ്മൾ വേറെ ചീട്ട് കളിക്കാൻ കയറിയാണോ? അല്ലല്ലോ. നമ്മളതിനകത്ത് കയറിയ എന്തിനാണ്? ശൈത്താന്റെ വീടാ. കയറിയപ്പോ എന്തെങ്കിലും ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയാ. അല്ലതി അദ്ഹബ അന്നി അല്ലാതെ വഅഫാനി, എന്റെ വയറിന്റെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ മാറ്റി തന്ന റബ്ബേ നിനക്ക് സർവസ്തുതി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത് വീട്ടിൽ ശൈത്താനുള്ള സ്ഥലം ബാത്റൂമാണ്. ഇനി നാലാമത്തേത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ തമാസീൽ. രൂപങ്ങളും പട്ടിയുമുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരൂല. രൂപങ്ങളും എന്ന് പറഞ്ഞാൽ ഏത് രൂപമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതായത് മുജസ്സമായ രൂപങ്ങളുള്ള. നമ്മളിപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ വരച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലോ വീടുകളിൽ. മുജസ്സം, ജിസ്മുള്ള മഹാരഥന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാര് ഇതിനെയും എതിർത്തിട്ടുണ്ട്. ഏത്? പ്രാവ് തൂറാൻ വേണ്ടി നമ്മളൊക്കെ ഫോട്ടോ കൊണ്ട് വയ്ക്കൂലേ അവളോടൊക്കെ, അതിനെയും എതിർത്തിട്ടുണ്ട്. സൂഫിയാക്കളായ പണ്ഡിതന്മാർ, സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ. മുജസ്സമായ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ജിസ്മുള്ള എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയാൽ മനുഷ്യനെ കണക്കിരിക്കും. ഒരു ബിംബം മാതിരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട്ടില് ഭർത്താവ് ഗൾഫിൽ പോയി. അങ്ങനെ ആരോ ഒരാള് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തെന്ന് രാവിലെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല. രൂപങ്ങളുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല. ഇനി അഞ്ചാമതൊരു കാര്യം കൂടി വീട്ടിൽ ബറക്ക റഹ്മത്തിന്റെ മലക്ക്, അഞ്ചാമതൊരു സ്ഥലത്ത് കൂടി ശൈത്താൻ വരുന്നുണ്ട്. അതെവിടെയെന്നറിയോ? മകാനു ഇശ്ആലിന്നാ. അത് പെങ്ങന്മാര് അടിവരയിട്ട് കേൾക്കണേ. തീ കത്തിക്കുന്ന സ്ഥലങ്ങളിൽ പിശാചുണ്ടെന്നാണ്. കാരണം ശൈത്താനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? തീ കൊണ്ടാണ്. അവന് തീ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തീ കെടുത്തുന്ന, തീ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പിശാച് വരും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്തൊക്കെ അടുപ്പിന് തീ കത്തിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് പറയാതെ സ്റ്റൗ കത്തിക്കല്ലേ. അത് എന്താണെങ്കിലും നിങ്ങളൊരു തീ കത്തിക്കുമ്പോൾ, ഒരു തീപ്പട്ടി വരയ്ക്കുമ്പോൾ, ഒരു ലൈറ്റർ കത്തിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വേണം അത് ചെയ്യാൻ. എന്തുകൊണ്ടെന്നറിയോ? ആ സ്ഥലത്ത് ശൈത്താൻ ഹാജരാകുമെന്നാണ്. കാരണം ശൈത്താനെ സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ്. ആ തീ അവന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തീയുള്ള സ്ഥലത്തും ശൈത്താൻ വീട്ടിൽ വരുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ബിസ്മി ചൊല്ലണം. അതുപോലെ തന്നെ ആ കഴിക്കുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലണം. അന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കാവൽ തേടിയിട്ട് അള്ളാന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കലല്ലാതെ പിശാചിനെ ഒഴിവാക്കാൻ വേറെ നിർവാഹമൊന്നുമില്ലെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മൾ ഏത് സമയത്തും പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്ത് വസ്വാസ് വന്നാലും അങ്ങനെ ചൊല്ലിക്കോ. വീട്ടിലേക്ക് കയറി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വയല് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അവിടെ ശൈത്താനുണ്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ. വീട്ടിനകത്ത് ശൈത്താനുണ്ട്. നമ്മൾ കയറുമ്പോൾ എന്ത് പറഞ്ഞ് കയറണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തഹാമിഹി വഇൻദ തആമിഹി. കയറുമ്പോഴും കഴിക്കാൻ നേരത്തും നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മി ചൊല്ലി കഴിഞ്ഞാൽ ശൈത്താൻ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ശൈത്താന്മാരോട് പറയും, ലാ മബീത ലക്കും വലാ അശാ. എടാ ഇന്നിവിടെ ഫുഡും അക്കോമഡേഷനും ഒന്നുമില്ല. ഇന്ന് നമുക്ക് കിടക്കാനും സ്ഥലമില്ല, കുടിക്കാനും ഒരു തുള്ളി വെള്ളം ഇവിടെ നിന്ന് കിട്ടൂല. ശൈത്താൻ പറയുന്നത് കേറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വീട്ടിലോട്ട് കേറ്. അതോടെ ശൈത്താൻ അവിടെ ഇരിക്കുന്ന കുട്ടിപ്പിശാചുക്കളോട് പറയും, ഇത് ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്, ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന മുസ്ലിമിലെ ഹദീസാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലി കയറിക്കോ. അപ്പൊ ശൈത്താൻ മറ്റ് ശൈത്താന്മാരോട് പറയും, കൂടെ ഇരിക്കുന്ന കുട്ടി ശൈത്താന്മാരോട് പറയും, എടാ ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റൂല, കാരണം അവൻ കയറിയപ്പം ബിസ്മി ചൊല്ലിയിരിക്കുകയാണ്.
കഴിക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കൂലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂലേ, ആ സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ശൈത്താൻ പറയും, എടാ ഇവിടെ കിടക്കാൻ സ്ഥലമില്ല, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് കരുതിയാൽ ഇന്ന് ഭക്ഷണവും ഇല്ല, കാരണം അവൻ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. നമുക്ക് കിടക്കാൻ സൗകര്യമില്ല, കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ഇനി ഏതെങ്കിലും ഒന്ന് വിട്ടുപോയി എന്നിരിക്കട്ടെ, ഏത് ബിസ്മി ചൊല്ലി കേറി, പക്ഷെ കഴിക്കാൻ നേരത്തെ അതൊന്നും ഓർത്തില്ല. കാരണം ആക്രാന്തം കൊണ്ട് പെട്ടെന്നങ്ങ് തിന്നാൽ ശൈത്താൻ കുട്ടി ശൈത്താന്മാരുടെ പറയും, എടാ ഇന്ന് കിടക്കാൻ പറ്റൂല, പക്ഷെ നമുക്ക് ഫുഡ് ഇവിടെ ഉണ്ട്, ഇന്ന് കഴിക്കാൻ ഭക്ഷണം ഇവിടെ ഉണ്ട്. ഇനി ചില ആളുകൾ ഓടി കയറും വീട്ടിലേക്ക് ബിസ്മി ചൊല്ലാതെ, കഴിക്കുന്ന നേരത്ത് കൃത്യമായി ബിസ്മി ചൊല്ലി. എന്താ പറയുന്നത്? അവൻ പറയും, എടാ ഇന്നിവിടെ കഴിക്കാൻ നമുക്കൊന്നും കിട്ടൂല, എവിടെന്നെങ്കിലും കഴിച്ചിട്ട് വരാം, ഇവിടെ കിടക്കാൻ അവസരമുണ്ട്. കാരണം അവൻ കേറിയപ്പോ ബിസ്മി ചൊല്ലി, കഴിച്ചപ്പോ ബിസ്മി ചൊല്ലിയില്ല. ബിസ്മി ചൊല്ലി, കാരണം കഴിക്കാൻ ഇനി അവനൊന്നും കിട്ടില്ല. ഇത് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. ഒന്ന്, നഷ്ടവാളികളിൽ വ്യക്തമായ നഷ്ടം വന്നവരെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത് അള്ളാഹ് പറഞ്ഞത് പിശാചിനെ വലിയാക്കി സംരക്ഷകനാക്കി ജീവിക്കുന്നവനാ. ഇനി രണ്ടാമത്തേത് ഏതെന്നറിയോ? അള്ളാഹു പറയുകയാണ്, من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലാണ് ഈ ആയത്തുള്ളത്. അല്ലാഹ് പറയുകയാണ്, ചില ആളുകളുണ്ട് അവര് അല്ലാഹുവിനെ ആരാധിക്കുന്നത് അരികിലിരുന്നാണ്. അരികിലിരുന്ന് ആരാധിക്കുന്നവർ അലാ ഹറഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും പിഴ ഇങ്ങോട്ടും പിഴ. അങ്ങനെ അല്ലാഹ് ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അവരാരാ? അല്ലാഹ് എന്നിട്ട് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തരാൻ, ഏത് നന്മകൾ അവന് വന്നാൽ അവന്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമാണ്, അവന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്, അവന് കച്ചവടത്തിൽ നല്ല ലാഭമുണ്ട്, അവന്റെ വീട്ടിലെന്നും സന്തോഷമാണ്. അങ്ങനെയായ അവൻ അതിൽ നിർവൃതി അടയുന്നവനാ, അവൻ അതിൽ സന്തുഷ്ടനാണ്, സന്തോഷവാനാ. ഇനി ഏതെങ്കിലും ഒരു വിപത്ത് അല്ലാഹു അവന് കൊടുത്തെന്നിരിക്കട്ടെ, അവനാകെ മൂഡ് ഔട്ട് ആകുന്നു, അവനാകെ മൂഡ് ഓഫ് ആകുന്നു, അവൻ മുഖം തിരിഞ്ഞ് നടക്കുകയാണ്. എന്നെ മാത്രം എന്തിനാണ് പടച്ചവൻ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്തിനാണ് എന്റെ വീട്ടിൽ മാത്രം എന്തേ പരീക്ഷണങ്ങൾ അല്ലാഹു ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ് പറയുകയാണ്, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. സ്പഷ്ടമായ നഷ്ടം ബാധിച്ചവനിൽ രണ്ടാമൻ അവന് തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആനന്ദം വരുമ്പോൾ അല്ലാഹുവിനെ ആരാധിക്കുകയോ, നഷ്ടം വരുന്ന സമയങ്ങളിൽ അല്ലാഹുവിനോട് കഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരായി നമ്മൾ മാറല്ലേ പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും നമുക്ക് അല്ലാഹുവുണ്ട്, ഏത് സമയത്തും നമുക്ക് പടച്ചവനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഅ്മിനൊരു വിപത്ത് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോൾ അവന്റെ സ്വഭാവം ഏതെന്നറിയോ? ആദ്യം വരുന്ന കതിര് പോലെയാണ്. ആദ്യം വരുന്ന കതിര് പോലെ, ആദ്യത്തെ കതിര് പോലെ. പാടത്ത് നെൽക്കതിരുകൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കുന്ന നെൽക്കതിരുകൾ. അതെങ്ങനാണ്? ഒരു കാറ്റങ്ങോട്ട് അടിക്കുമ്പോ ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് അങ്ങ് പോകും. കാറ്റ് മാറുമ്പോഴോ പതുക്കെ 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 അതിങ്ങനെ നിവർന്നു വരും. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മസലുൽ മുഅ്മിനി കൽ ഖാമത്തി മിനസ് സറഅ. കൃഷിയിടത്തിന്റെ പ്രഥമ തണ്ട് പോലെയാണ് മുഅ്മിനായ മനുഷ്യന്റെ വിപത്ത് വരുമ്പോൾ. ഒരു രോഗം വന്നാൽ അവൻ ശരീരമൊക്കെ തളർന്ന് വല്ലാത്തൊരവസ്ഥ. രോഗം അങ്ങോട്ട് മാറുമ്പോൾ അവൻ ഇതിനിടയിൽ കുറ്റപ്പെടുത്തല ഒന്നുമില്ല. എന്ത് വിപത്ത് വന്നാലും അവന് അതിന്റെ പരിഹാരം കാണും. അത് കഴിഞ്ഞിട്ട് അവൻ നിവർന്ന് നിൽക്കും, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ സത്യനിഷേധികൾ എങ്ങനെയാണ്? ഉള്ളിൽ ഈമാനില്ലാത്തവരെങ്ങനെയാണ്?
കൽബിലെ നൂറ് കണക്കാത്തവരെങ്ങനെ? അള്ളാന്റെ റസൂല് പറയുന്നു കൽ അർസതി, പന പോലെയാണ്. പന പോലെ. കാറ്റടിച്ച പന കുലുങ്ങോ? ഇല്ല. അതുകൊണ്ടാ പറയുന്ന പകയന്മാരെ പടച്ചോ പന പോലെ വളർത്തുന്നു. ഒരു കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഇങ്ങനെ തന്നെ നിൽക്കും പന, അനങ്ങൂല, ചലിക്കൂല. അതേസമയം നെൽപ്പാടങ്ങളിലെ ആ നെൽക്കതിരുകൾ ഇങ്ങനെ ആടി ഒലയും. പക്ഷേ അത് കുറച്ചു നേരം കഴിയുമ്പോൾ നിവർന്ന് നിൽക്കും. പന എത്ര കൊടുങ്കാറ്റടിച്ചാലും അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു വീശി അതിന്റെ കടപുഴകി വീണുപോയാൽ പിന്നെ അത് നൂന്നു വരൂല, നിവർന്നു വരൂല. അത് അപ്പാടെ വീണ് കിടക്കുന്ന തടിക്കഷ്ണം പോലെ, ചാരി വെച്ച മരത്തടി പോലെ അതങ്ങനെ ആയി പോകും. അതാണ് ഈമാൻ ഖൽബിലില്ലാത്തവന്റെ ഉദാഹരണം.